ഇത് ഐഷി ഘോഷുമായി നേരത്തെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു നടപടി എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നലെ ആയാലും ഇന്നായാലും ഐഷി ഘോഷ് ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കേന്ദ്ര സർക്കാർ ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഐഷി ഘോഷിന്റെ പെറ്റീഷൻ ഇൻഫ്രക്ചസ് ആയി ഈ സമരം തീർന്നതോടുകൂടി ഈ പെറ്റീഷൻ ഇപ്പം നിലനിൽക്കുന്നതല്ല എന്നും അതുകൊണ്ട് തന്നെ ഐഷി പിൻവലിക്കണമെന്നുള്ള ശക്തമായ വാദമാണ് ഉന്നയിക്കുന്നത്. അതേ വാദം തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഈ പെറ്റീഷനകത്ത് ഞങ്ങൾ പറയുന്നത് ഡാറ്റ പ്രൈവസിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്, സർവൈലൻസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പം ഡൽഹി പോലീസ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഈ ഡാറ്റ അവർ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഈ പെറ്റീഷൻ പിൻവലിച്ചുകൊണ്ട് പുതിയ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ അതേസമയം അല്ലാത്ത സാഹചര്യത്തിൽ ഈ പെറ്റീഷൻ നിലനിൽക്കുന്നതാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ഞങ്ങളുടെ മേലെ വലിയ സമ്മർദ്ദമാണ് ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകരും ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമ്മർദ്ദത്തിന് വഴങ്ങാതെ വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്കും ഉണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 1:30 ആ കേസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു പെട്ടെന്നുള്ള ഒരു മൂവ് എന്ന രീതിയിൽ ഇപ്പോൾ ഒരു പഴയ കേസ് എടുത്തുകൊണ്ട് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പോലീസ് തയ്യാറായി വരുന്നത്. ഈ കേസ് 30-ാം തീയതിയാണ് വെച്ചിരിക്കുന്നത്. 30-ാം തീയതിയുടെ മുമ്പേ പോലീസിനെ വിളിക്കുന്ന സമയത്ത് തന്നെ ഐഷി 30-ാം തീയതി ഹാജരാകാമെന്നും അതിനു മുമ്പ് ആവശ്യമായ അപേക്ഷകൾ എല്ലാം കോടതി മുമ്പാകെ നൽകാമെന്നും ഇന്ന് രാവിലെയും കൂടി പോലീസിനെ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും മാനിക്കാതെ ഈ ഐഷിയുടെ മുമ്പിൽ ഇനിയും ഹാജരാകാൻ സമയമുണ്ട്, ഇനിയും നിയമപരമായിട്ടുള്ള നടപടികൾ നടത്താൻ വേണ്ടിയുള്ള സാധ്യതകളുണ്ട്. അതുണ്ടാകുന്ന സമയത്ത് തന്നെ ഇത്തരം ഒരു സമീപനം എടുക്കുന്നത് സ്വാഭാവികമായും വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന രീതിയിൽ കോടതിയിൽ സർക്കാരിനെതിരെ പോരടിക്കുന്ന ഒരു വലിയ നേതാവ്, ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന രീതിയിൽ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയാണ്. ഇത് രാഷ്ട്രീയ സമ്മർദ്ദമാണ്. ആ രാഷ്ട്രീയ സമ്മർദ്ദത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും ഞങ്ങൾ നേരിടും. ഏതെങ്കിലും രീതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വാറന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സാഹചര്യം, കോടതിയുടെ ഭാഗത്തുനിന്ന് വാറന്റ് ഇഷ്യൂ ചെയ്യുന്ന സാഹചര്യം ഉണ്ടോ? സ്വാഭാവികമായും ഈ കേസിനകത്ത് കഴിഞ്ഞ തവണ ഹാജരാകാത്തത് കൊണ്ട് വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ വാറന്റ് 30-ാം തീയതിയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുള്ളത്. അതിന് മുമ്പ് ഏത് സമയത്തും വാറന്റ് ഉള്ള ഒരു പ്രതിക്ക് ആ വാറന്റ് വിഡ്രോ ചെയ്യാൻ വേണ്ടി അപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. ആ മൂവ് ചെയ്യാമെന്നുള്ള അണ്ടർടേക്കിംഗ് ഇന്ന് രാവിലെ ഐഷി പറയുന്ന കൺസേൺഡ് പോലീസ് ഓഫീസർമാരോട് ഫോണിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ സ്വാഭാവികമായും അതിപ്പോൾ മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിന്റെ ആവശ്യമായ നടപടികൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഇന്ന് തന്നെ ഞങ്ങൾ അത് മൂവ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ അത് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു സമീപനം എടുക്കുന്നത് ഇന്നലെയും ഇന്നുണ്ടായ കേസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. കോടതിയിൽ ഉണ്ടായ കേസിന്റെ അത് വിവിധ മാധ്യമങ്ങൾക്കകത്ത് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ലൈവ്ലോ പോലെയുള്ള അതേപോലെ തന്നെ ബാർ ആൻഡ് ബെഞ്ച് പോലെയുള്ള മാധ്യമങ്ങൾക്കകത്ത് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും കോടതിക്കകത്ത് സമ്മർദ്ദം ചെലുത്തി ആ സമ്മർദ്ദത്തിന് വഴങ്ങാതെ വരുന്ന സമയത്ത് പഴയ കേസ് എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും. ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്കെതിരെ കോടതിയിൽ ഹാജരാവാത്തതിന്റെ പേരിൽ വാറന്റ് ഇഷ്യൂ എന്നൊക്കെ പറയുന്നത് വളരെ സ്വാഭാവികമായ ഒരു സംഗതി മാത്രമാണ്. നമ്മളൊക്കെ പരിചയത്തിൽ ഒരുപാട് പേരുടെ പേരിൽ ഇപ്പോഴും ഇതുണ്ട്. ഐഷി ഘോഷ് എന്ന SFI നേതാവിനെ വീണ് കിട്ടിയ ഒരു അവസരം എന്ന നിലയിലാണ് ഇപ്പോൾ പോലീസ് ഇത് ഉപയോഗിച്ചത്. തീർച്ചയായും ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് കേസുകൾ, അതായത് സമരവുമായി ബന്ധപ്പെട്ട് ആരുടെ പേരിലും കേസെടുക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജയിലിലുള്ളവരെയൊക്കെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യണമെന്നുള്ള വളരെ ശക്തമായ ഇടപെടൽ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായപ്പോൾ പോലും ഈ പഴയ കേസെടുത്തുകൊണ്ട് വന്ന് എന്നാൽ ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ളത് ഇത് സുപ്രീം കോടതി അടക്കമുള്ള ഇതാണ്. ഏറ്റവും ഞങ്ങൾ 4 മണി കഴിഞ്ഞ് പോയി ഈ കാര്യം അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇന്ന് തന്നെ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയേനെ. ഈ കാര്യം ഇങ്ങനെ ഡൽഹി പോലീസ് പ്രതികാര ബുദ്ധിയോടുകൂടി സമരത്തിന് പങ്കെടുത്ത, സമരത്തിന് നേതൃത്വം കൊടുത്തവർക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ നാളെ സുപ്രീം കോടതിയുടെ മുമ്പാകെ എന്തായാലും അത് ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിയമപരമായിട്ട് ഇപ്പോൾ ആയിഷയുടെ പേരിൽ വാറന്റ് ഉള്ളതുകൊണ്ട് വാറന്റ് റീകോൾ ചെയ്യാന്ന് പറയുന്ന ഒരു സാധാരണ ലീഗൽ പ്രോസസ്സാണ്. അതിനകത്ത് ബിജെപി സർക്കാർ നിങ്ങളെ കേസിനോ അല്ലെങ്കിൽ വാറന്റ് എടുത്ത് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ മുൻകൂട്ടി കാലെടുക്കട്ടെ. അതിലൊരു പ്രശ്നമുണ്ട്. ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ വാറന്റ് പോലീസ് സെർവ് ചെയ്തിട്ടില്ല. ഈ വാറന്റ് നേരത്തെയുള്ള കോടതി ഇഷ്യൂ ചെയ്ത സമൻസ് പോലീസ് സെർവ് ചെയ്തിട്ടില്ല. പോലീസ് സെർവ് ചെയ്യാത്ത ഒരു കേസിനകത്ത് വാറന്റ് അല്ലെങ്കിൽ സമൻസ് സെർവ് ചെയ്യാത്ത ഒരു കേസിനകത്ത് ഈ കേസ് അവിടെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ടെന്നും ഐഷു അറിയുന്നില്ല. സ്വാഭാവികമായും ഐഷുയുടെ അവർ രേഖപ്പെടുത്തുന്ന അഡ്രസ്സിനകത്താണ് അവർ കൊണ്ടുപോയി എന്ന് പറയുന്നത്. കാരണം ഐഷു താമസിക്കുന്നത് JNUവിന്റെ ഹോസ്റ്റലിനകത്താണ്. പോലീസ് ഏത് അഡ്രസ്സാണ് കേസിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയില്ല. അപ്പോൾ സ്വാഭാവികമായും ഐഷു എന്ന് പറയുന്ന വ്യക്തിയെ കാണിച്ചുകൊണ്ട് എന്നാൽ തെറ്റായ അഡ്രസ്സ് നൽകിക്കൊണ്ടാണ് പോലീസ് നടപടി നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായി അത് ഐഷയുടെ വീഴ്ചയാണെന്ന് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ അഭിഭാഷകരുടെ വീഴ്ചയാണെന്ന് പറയാൻ കഴിയില്ല. ഈ സമൻസ് കിട്ടിക്കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത്തരം നിങ്ങൾക്കെതിരെ ഒരു വാറണ്ട് ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് തന്നെ നാളെ തന്നെ ഞങ്ങൾ ചെയ്യാമെന്ന് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഐഷയെ വിളിച്ച് പറയുന്നത് നാളെ തന്നെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷമാണ് നാളെ തന്നെ മൂവ് ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സമീപനം പോലീസ് എടുക്കുന്നത്. അപ്പോൾ വാറന്റ് ഇഷ്യൂ ചെയ്യുന്ന കോടതിയാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ട് കോടതിയിൽ നിങ്ങൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഐഷി ഘോഷ്. അതായത് BJP സർക്കാർ അവർക്കെതിരെ അവരെ എപ്പോഴും വാച്ച് ഡോഗിൽ വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അവർക്കെതിരെ ഇങ്ങനെ ഒരു വാറണ്ട് കോടതി ഇഷ്യൂ ചെയ്തിരുന്നത് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞില്ല അഭിഭാഷകരുടെ ഒരു വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതിന്റെ നടപടി എന്താണ്? അത് വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പോലീസ് വരേണ്ടത് എങ്ങനെയാണ്? ഇവിടെ പോലീസ് വന്നത് എങ്ങനെയാണ്? അപ്പോൾ പോലീസ് വന്നത് സിവിൽ ഡ്രസ്സിനകത്ത് വന്ന് പ്രൈവറ്റ് വെഹിക്കിളിനകത്ത് വന്നുകൊണ്ട് ഈ പറയുന്ന നടപടികൾ നടപ്പാക്കാൻ വേണ്ടി ഏത് നിയമത്തിനകത്താണ് പറഞ്ഞിട്ടുള്ളത്? കോടതി ഒരു നോട്ടീസ് അല്ലെങ്കിൽ വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, സമൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചട്ടമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതൊന്നും പാലിക്കാതെ വന്ന പോലീസുകാരെ അത്തരത്തിൽ ഒരു അറസ്റ്റ് നൽകാൻ വേണ്ടി അല്ല, പറഞ്ഞത് മനസ്സിലായി. നിങ്ങൾ എന്തുകൊണ്ട് ഇത് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നിങ്ങൾക്കറിയാലോ, 40 ദിവസമല്ല, 40 ദിവസം നമ്മുടെ ജന്തർ മന്ദർ സമരം, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷ ക്യാൻസൽ ചെയ്യുന്ന കാലം മുതൽ SFI എന്ന നിലയിൽ അവർ സമരത്തിലാണ്, അവർ സമരരംഗത്താണ്. ഇത് ഒരു സമരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ കേസാണ് ഇവരുടെ പേരിലുള്ളത്. ഇവരൊരു വലിയ ഭീകരവാദം നടത്തിയതോ വലിയ ഏതെങ്കിലും തരത്തിലുള്ള അത്ര വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസിൽ എടുത്തിട്ട് അബ്സ്കോണ്ടിങ് ആയി നടക്കുന്ന പ്രതിയല്ലല്ലോ. ഒരു പ്രാവശ്യം കോടതിയിൽ എന്തോ അവരുടെ വ്യക്തിപരമായ കാരണം ഏതോ കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സുഭാഷ് പറഞ്ഞതുപോലെ അഡ്രസ്സ് കൃത്യമായിട്ടല്ലാതെ സമൻസ് പ്രോപ്പറായി സെർവ് ചെയ്യാത്ത, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വഴിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോലീസുകാർ അവർ എഴുതി വെക്കുന്ന ഒരു അഡ്രസ്സാണ്. അവർ ചിലപ്പോൾ നമ്മൾ സ്വാഭാവികമായി താമസം മാറ്റും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ AKG സെൻറ്റർ അന്വേഷിച്ച് വരുന്ന ആൾ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യം സാമാന്യ ബുദ്ധിയിലുള്ളവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് സമരം കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, ശനിയാഴ്ചയാണ് ഈ സമരം അവസാനിപ്പിച്ചത്. ആ കുട്ടിക്ക് തീരെ സുഖമില്ലായിരുന്നു, വളരെ വീക്കായിട്ടാണ് അവരുടെ ആരോഗ്യനിലയുള്ളത്. അത് കഴിഞ്ഞ് അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് നാളെ വരെയാണ് അവർ സമയം ചോദിച്ചത് പോലീസ്. നാളെ പോലീസിന് നാളെ അപേക്ഷ കൊടുക്കുക. 2 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായും 2 ദിവസം അപ്പുറത്തേക്കുള്ള കേസായതുകൊണ്ട് കോടതികൾ സാധാരണ 30-ാം തീയതി വരാനാ പറയുക. ഇതൊരു വലിയ എന്താ പറയുക, ഇവർ വർഷങ്ങളായി അബ്സ്കോണ്ടിങ് ആയി നടക്കുന്ന വളരെ വലിയൊരു സീരിയസ് ഒഫൻസിൽപ്പെട്ട പ്രതിയല്ല, ഒരു സമരവുമായി ബന്ധപ്പെട്ട കേസ് മാത്രമാണ്. അതിനെ ഒരു വീഴ്ചയായിട്ടോ അഭിഭാഷകർ എന്ന നിലയിലുള്ള വീഴ്ചയായിട്ടോ അല്ല പ്രതി എന്ന നിലയിൽ അവരുടെ വീഴ്ചയായിട്ടോ കാണാൻ കഴിയില്ല. സ്വാഭാവികമായി നടക്കുന്ന സാധാരണ കാര്യമാണ്. നമ്മുടെയൊക്കെ എന്താ പറയുക, കേരളത്തിലെ മന്ത്രിമാർ വാറണ്ട് കേസിൽ പ്രതിയായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടാവും, ഇപ്പോഴുള്ള മന്ത്രിമാരുണ്ടാവും, മുമ്പുള്ള മന്ത്രിമാരുണ്ട്. ഇതൊക്കെ സാധാരണ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി വരുന്ന കേസുകളെയൊക്കെ ഇങ്ങനെ നേരിടുന്നത് ഡൽഹി പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്താണെന്ന് എന്താ പറയാ, അരിയാഹാരം കഴിക്കുന്നവർക്കും റൊട്ടി ചപ്പാത്തി കഴിക്കുന്നവർക്കും പറഞ്ഞേക്കാം. കഴിഞ്ഞ ഏപ്രിലാണ് ഈ പറയുന്ന സോക്കോൾഡ് വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ 40 ദിവസമായി ഐഷി സമരരംഗത്തുണ്ട്, ഈ പറയുന്ന ജന്തർ മന്ദർ സമരരംഗത്തുണ്ട്. അപ്പോൾ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് ഇപ്പോൾ സമരം തീർന്നതിന് ശേഷം, ഒരു വിജയമുണ്ടായതിനു ശേഷം അറസ്റ്റ് ചെയ്യാൻ വരുന്നതിന്റെ സാങ്കത്യം മാത്രം. അവരുടെ പോലീസിന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്ന ഐഷിയെ അന്ന് അറസ്റ്റ് ചെയ്യാത്ത പോലീസ് ഇപ്പോൾ സമരം അവസാനിച്ചതിന് ശേഷം വരുന്നതിന്റെ ഒരു സാങ്കത്യം കൂടി ആലോചിച്ചാൽ മതി.